ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മാത്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ടൈം ആൻഡ് വർക്ക്. RRB NTPC-യിലും അതേപോലെ തന്നെ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനും തുടർച്ചയായി ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് ടൈം ആൻഡ് വർക്ക്. നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. If 4 men can do a piece of work in 25 days, in how many days will 8 men and 4 boys do the same work if 1 man does as much work as 2 boys? ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചൊരു പ്രശ്നമാണെന്ന് തോന്നും, പക്ഷെ എളുപ്പമാണ്. നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് പരിചയപ്പെടാം. ക്വസ്റ്റ്യനിൽ തന്നത് ആദ്യം നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നത് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അതായത് ഒരു മാൻ, 1 മാൻ്റെ പവറിന് ഈക്വൽ ആണ്, എഫിഷ്യൻസിക്ക് ഈക്വൽ ആണ് 2 ബോയ്സ്. അത് മാത്രമല്ല 4 men can do the work in 25 days. അതായത് 25 ദിവസം കൊണ്ട് 4 മാൻ ചേർന്ന് കഴിഞ്ഞാൽ ആ വർക്ക് കംപ്ലീറ്റ് ആവും. ഇനി ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് 8 man and 4 boys, 8 മെന്നും അതേപോലെ തന്നെ 4 ബോയ്സും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് കടക്കാം. അതായത് എഫിഷ്യൻസി ഇൻറ്റു ഡേയ്സ് ആണ് ഇവിടെ എടുക്കുന്നത്. അതിനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നോക്കുക, ഈ സ്റ്റെപ്പ് 8 men plus 4 boy ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് അറിയില്ല, എത്ര ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത് അറിയില്ല. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 men can work in 25 days. അങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. ഇനി ഈ ഇക്വേഷൻ, ഇപ്പോൾ കാണുന്ന ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ മെന്നും ബോയും എഫിഷ്യൻസി 2 രീതിയിലാണ് തന്നത്. ഇത് ഒരു രീതി മെന്നിന്റെ ടേംസിലാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 1 man ഈസ് ഈക്വൽ ടു 2 boy എന്ന് വെച്ചാൽ എഫിഷ്യൻസി 2 ബോയ്സിന് തുല്യമാണ് ഒരു മാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4 ബോയ്സ് ആണുള്ളത്. ഈ 4 ബോയ്സ് എന്തായിരിക്കും, 2 men തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് മാറ്റി ചെയ്താൽ ഇക്വേഷൻ 8 men plus 2 men, അതായത് 4 ബോയ്സിന് പകരം 2 men ആയി, ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു 4 men ഇൻറ്റു 25 days. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 10 എന്ന് കിട്ടും.